2024 ജൂലൈ 30 കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളിലൊന്ന്. മുണ്ടക്കൈയും ചൂരൽമലയും ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇല്ലാതായി. വയനാട് മാവട്ടത്തിൽ ഏർപ്പെട്ട നൂറുകണക്കിന് ജീവനുകൾ മണ്ണടിഞ്ഞു. ആയിരങ്ങൾ നിരാലംബരായി. ഒരേ കുഴിമാടത്തിൽ നിരവധി പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. സർവ്വമതങ്ങളുടെയും പ്രാർത്ഥനകൾ നടന്നു. പ്രളയകാലത്തെന്ന പോലെ ദുരന്തത്തിൽ നിരാലംബരായ മനുഷ്യരെ രക്ഷിക്കാൻ ജാതിയും മതവും കക്ഷി രാഷ്ട്രീയവും നോക്കാതെ വയനാട്ടിൽ നിന്നും പുറത്തുനിന്നുമുള്ള അനേകായിരം പേരാണ് കൈകോർത്തത്. പുനരധിവാസ പദ്ധതിയിലേക്ക് 2 കോടി രൂപ കൈമാറിയ കേരള മുസ്ലിം ജമാഅത്ത് പോലുള്ള നിരവധി സന്നദ്ധ സംഘടനകളുടെ കൈമേയ് മറന്ന പ്രവർത്തനങ്ങൾ വയനാടിന് സാന്ത്വനമായി മാറി. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മാസങ്ങൾ പിന്നിടുമ്പോൾ കണ്ണീരുണങ്ങാത്ത ആ മണ്ണിൽ ഇപ്പോൾ സ്നേഹത്തിൻ്റെ വീടുകൾ ഉയരുകയാണ്. പുനരധിവാസം എന്ന കടമ്പയിൽ ആരെല്ലാം വാഗ്ദാനങ്ങൾ പാലിച്ചു, ആരെല്ലാം രാഷ്ട്രീയ ലാഭത്തിനായി ആ ജനതയെ വിസ്മരിച്ചു. സർക്കാരും മുസ്ലിം ലീഗും കോൺഗ്രസും കേന്ദ്ര സർക്കാരും. പുനരധിവാസത്തിൻ്റെ നാൾവഴികൾ പരിശോധിക്കാം. ദുരന്തം നടന്ന നിമിഷം മുതൽ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ വയനാട്ടിലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം കഴിഞ്ഞാലുടൻ പുനരധിവാസം എന്നതായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ദുരന്തബാധിതരെ വാടക വീടുകളിലേക്കും സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും മാറ്റിയായിരുന്നു സംരക്ഷണമൊരുക്കിയത്. 2 പ്രധാന സൈറ്റുകളിലായാണ് സർക്കാർ ടൗൺഷിപ്പുകൾ വിഭാവനം ചെയ്തത്. മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിൽ 65 ഏക്കറും കൽപ്പറ്റ നഗരസഭയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 12 ഏക്കറും വീതമാണ് ഭൂമി ഏറ്റെടുത്തത്. ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ സ്പോൺസർഷിപ്പിലൂടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. ഓരോ വീടിനും 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് സർക്കാരിൻ്റെ വീടുകൾ നിർമ്മിക്കപ്പെട്ടത്. ഒരു നിലയിൽ 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, വർക്ക് ഏരിയ, ഭാവിയിൽ 2ാം നില പണിയാവുന്ന തരത്തിലുള്ള നിർമ്മാണം, സ്കൂളുകൾ, അംഗനവാടികൾ, കമ്മ്യൂണിറ്റി സെൻ്ററുകൾ, ആരാധനാലയങ്ങൾ, കുട്ടികൾക്കുള്ള പാർക്കുകൾ, മികച്ച റോഡ് ശൃംഖല, ഡ്രൈനേജ് സംവിധാനം എന്നിവയടങ്ങുന്നതാണ് സർക്കാരിൻ്റെ മോഡൽ ടൗൺഷിപ്പ്. ദുരന്തബാധിത മേഖലയിൽ നിന്ന് മാറി സുരക്ഷിതമായ സോണുകളിലാണ് ഈ സ്ഥലങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി കയ്യടി നേടിയത് മുസ്ലിം ലീഗിൻ്റെ ഇടപെടലാണ്. ദുരന്തം നടന്ന ആദ്യ വാരം തന്നെ 100 വീടുകളെന്ന പ്രഖ്യാപനം ലീഗ് നടത്തിയിരുന്നു. പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ കൽപ്പറ്റയ്ക്ക് സമീപം വൈത്തിരിയിൽ വാങ്ങിയ സ്ഥലത്ത് ആദ്യത്തെ സെറ്റ് വീടുകൾ പൂർത്തിയാക്കി കൈമാറാൻ ലീഗിനായി. എന്നാൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഗുരുതരമായ രാഷ്ട്രീയ വീഴ്ചയുണ്ടായി എന്നത് വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസും പാർട്ടിയും പിരിച്ച പണം എത്രയെന്ന് ഓഡിറ്റ് ചെയ്തിട്ടില്ല. അതേക്കുറിച്ച് പാർട്ടിയോ ബന്ധപ്പെട്ടവരോ പൊതുസമക്ഷം ഒന്നും പറഞ്ഞിട്ടുമില്ല. ആ പണം എവിടെയെന്നും വ്യക്തമല്ല. പാടില്ലാത്ത രാഷ്ട്രീയമാണ് കോൺഗ്രസിൽ നിന്ന് വിഷയത്തിൽ തുടക്കം മുതലുണ്ടായത്. പ്രാദേശിക MLA എന്ന നിലയിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ ടി സിദ്ദിഖ് ഇടപെട്ടിരുന്നുവെന്നത് സത്യമാണ്. പക്ഷേ സംഘടനാപരമായി ഉണ്ടായ വലിയ വീഴ്ച തുറന്നു പറയാനും കണക്കുകൾ വ്യക്തമാക്കാനും കോൺഗ്രസ് തയ്യാറാവണം. സർക്കാർ ഭൂമി നൽകിയില്ലെന്നടക്കം മുട്ടുവാദങ്ങൾ പറഞ്ഞ് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനാവില്ല. പാർട്ടി ഭൂമി ആവശ്യപ്പെട്ടിരുന്നില്ലെന്ന് മാത്രമല്ല, അത് നൽകേണ്ട ബാധ്യത സർക്കാരിനുമില്ല. കർണാടക സർക്കാർ പണം നൽകിയത് തങ്ങളുടെ പണമാണെന്നടക്കം പ്രസ്താവനകൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കർണാടക സർക്കാരിൻ്റെ പണം കോൺഗ്രസിൻ്റെ പണമല്ല, അത് സംസ്ഥാനങ്ങൾ വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം നൽകുന്ന കൈത്താങ്ങാണ്. ദുരന്ത സമയത്ത് വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഭവന പദ്ധതി വലിയ പ്രതീക്ഷയായിരുന്നു. വയനാട് ദുരന്തത്തിന് പിന്നാലെ 100 വീടുകൾ നിർമ്മിച്ച് കൈമാറുമെന്ന് കോൺഗ്രസും UDFും പ്രഖ്യാപിച്ചിരുന്നു. ഗുണഭോക്താക്കളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പദ്ധതി എങ്ങും എത്തിയില്ല. സർക്കാരും ലീഗും അടക്കമുള്ളവർ ആദ്യഘട്ട വീടുകൾ കൈമാറുന്ന വേളയിലാണ് പേരിനെങ്കിലും പദ്ധതിക്ക് തറക്കല്ലിടാൻ കോൺഗ്രസിനായത്. പദ്ധതിക്കായി വലിയ രീതിയിൽ ഫണ്ട് ശേഖരണം നടന്നുവെങ്കിലും പ്രായോഗികമായി എത്ര വീടുകൾ പൂർത്തിയായി എന്നത് സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. മുസ്ലിം ലീഗ് വീടുകൾ കൈമാറിയപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും സാങ്കേതികത്വത്തിൽ തട്ടി നിൽക്കുകയാണ് എന്ന വിമർശനം പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ വയനാടിനെ തിരിഞ്ഞു നോക്കിയോ? ദുരന്തത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയിരുന്നു വയനാട്ടിൽ. വയനാടിന് പ്രത്യേക പാക്കേജ് നൽകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ ഒന്നും കിട്ടിയില്ല.
കേരളം ആവശ്യപ്പെട്ട 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജിന്മേൽ കേന്ദ്രം ഒരു തീരുമാനവും എടുത്തില്ല. തികഞ്ഞ അവഗണനയായിരുന്നു കേരളത്തോട് കാണിച്ചത്. ദുരന്തഭൂമി സന്ദർശിച്ച അന്തർമന്ത്രാലയ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഫണ്ട് അനുവദിച്ചില്ല. BJP നേതാക്കൾ വയനാട്ടിൽ പല വാഗ്ദാനങ്ങളും നൽകിയെങ്കിലും ഔദ്യോഗികമായി 1 രൂപ പോലും പ്രത്യേക ഫണ്ടായി വയനാടിന് അനുവദിച്ചിട്ടില്ല എന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. അയൽ സംസ്ഥാനമായ കർണാടകയിലോ ആന്ധ്രയിലോ ഇത്തരം ദുരന്തങ്ങൾ നടക്കുമ്പോൾ ലഭിക്കുന്ന പരിഗണന വയനാടിന് ലഭിച്ചോ എന്നത് തർക്കവിഷയമാണ്. വയനാടിൻ്റെ പുനരധിവാസം ഒരു മത്സരമല്ല, മറിച്ച് മനുഷ്യത്വത്തിൻ്റെ പരീക്ഷയാണ്. സർക്കാർ ഭൂമി കണ്ടെത്തി വലിയ ടൗൺഷിപ്പുകൾ പണിയുമ്പോൾ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ തങ്ങളാൽ കഴിയുന്ന വീടുകൾ നൽകി മാതൃകയാകുന്നു. എന്നാൽ ലോകം ഉറ്റുനോക്കി ഈ ദുരന്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല. വാഗ്ദാനം നൽകിയ രാഷ്ട്രീയ പാർട്ടികൾ അത് വേഗത്തിൽ പാലിക്കണം. വയനാടിന് വേണ്ടത് അനുകമ്പയല്ല, നീതിയാണ്. ആ നീതി ലഭിക്കും വരെ ഈ ജനതയ്ക്കൊപ്പം നമുക്ക് നിലയുറപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്.